നമസ്കാരം. ഇറാനെതിരെ വിട്ടുവീഴ്ചയില്ലാത്തതും അതിശക്തവുമായ പുതിയ സൈനിക ആക്രമണ പരമ്പരയ്ക്ക് ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വാരാന്ത്യത്തിൽ തന്നെ ഇറാന് നേരെ കനത്ത ബോംബാക്രമണം ഉണ്ടായേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ പ്രഹരശേഷിക്ക് മുന്നിൽ ഇനി നിൽക്കക്കള്ളിയില്ല എന്ന് പറഞ്ഞ് ഇറാൻ പൂർണ്ണമായും കീഴടങ്ങുന്നതുവരെ അവരെ അതിശക്തമായി തങ്ങൾ കടന്നാക്രമിക്കുമെന്നാണ് മേരിലാൻഡിലെ ക്യാമ്പ് ഡേവിഡ് പ്രസിഡൻഷ്യൽ റിട്രീറ്റിൽ വെച്ച് നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ ട്രംപ് വ്യക്തമാക്കിയത്. തങ്ങൾക്ക് ഇപ്പോൾ ഈ യുദ്ധത്തിൽ വിജയം മാത്രമാണ് ആവശ്യമെന്നും നിരന്തരം നുണ പറയുകയും വസ്തുതകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഇറാനിലുള്ള വിശ്വാസം തനിക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും ട്രംപ് കടുപ്പിച്ചു പറഞ്ഞു. അമേരിക്കൻ സൈന്യത്തിന് ട്രംപ് തത്വത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ആക്രമണത്തിനായുള്ള അന്തിമ ഉത്തരവിൽ ഒപ്പുവെച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ചേർന്ന് ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഏറ്റവും കടുത്ത ബോംബാക്രമണത്തിനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഇറാന്റെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾ, പ്രധാന എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം നടക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ മുൻപ് നിലനിന്നിരുന്ന താൽക്കാലിക സമാധാന കരാറിന്റെ ഭാഗമായി സൈനിക നടപടികൾ നിർത്തിവെച്ചിരുന്ന ഇസ്രായേൽ വീണ്ടും സജീവ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒന്നായി ഇത് മാറും. അമേരിക്കയുമായി ചേർന്ന് ഇസ്രായേൽ സൈന്യം ഇതിനോടകം തന്നെ വരാനിരിക്കുന്ന ആക്രമണ പദ്ധതികൾ ഏകോപിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര സാമ്പത്തിക വിപണികൾ തുറക്കുന്നതിന് മുൻപായി തന്നെ പ്രത്യാക്രമണങ്ങൾ പൂർത്തിയാകുന്നതിനെക്കുറിച്ച് ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആക്രമണം നീണ്ടുപോയാൽ അത് അമേരിക്കയുടെയും ആഗോളതലത്തിലെ സാമ്പത്തിക വ്യവസ്ഥയും വൻതോതിൽ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയുള്ളതിനാലാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾക്ക് തൊട്ടു പിന്നാലെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലീവിറ്റ് സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അമേരിക്ക ഈ പോരാട്ടത്തിൽ വിജയം വരിക്കുമെന്നും ട്രംപിന്റെ ഭരണത്തിൽ കീഴിൽ ഇറാൻ ഒരു കാരണവശാലും ആണവായുധം കൈവശം വെക്കില്ലെന്നും അവർ വ്യക്തമാക്കി. അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പൂർണ്ണ സജ്ജമാണെന്ന് പെന്റഗൺ വക്താവ് ഷോൺ പ്ലലന്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ സംയുക്ത ആക്രമണത്തോടെയാണ് മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്ന് കഴിഞ്ഞ മാസങ്ങളിൽ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ എത്തിച്ചേർന്നിരുന്നെങ്കിലും ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണങ്ങൾ തുടരുകയായിരുന്നു. ഇത് പശ്ചിമേഷ്യയിൽ വൻ സുരക്ഷാ ഭീഷണിയും അസ്ഥിരതയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ പ്രധാന സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, വളം എന്നിവയുടെ നീക്കം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ മേഖലയിലെ സാമ്പത്തിക മേഖലയെ വൻതോതിൽ തകർത്തു കഴിഞ്ഞു. ഈ വാരത്തിൽ ഈജിപ്തിലെ അമിയാറ്റ തുറമുഖത്ത് ദ്രവീകൃത പ്രകൃതിവാതകവുമായി പോയ 2 കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ ഡ്രോൺ ആക്രമണം ഉണ്ടായതോടെ സംഘർഷം മറ്റു മേഖലകളിലേക്കും അതിവേഗം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെ വൻ സാമ്പത്തിക സങ്കീർണതകളിലേക്ക് തള്ളിവിടുന്ന ഈ പോരാട്ടത്തിന് എന്ന് ശമനമുണ്ടാകുമെന്നറിയാതെ ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ഇറാനുമായുള്ള സൈനിക സംഘർഷം നിയന്ത്രണാതീതമായി പടരുന്നതിനിടെ മേഖലയിലെ 10 പ്രധാന രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് അടിയന്തരമായി രാജ്യം വിടാനോ അതിനായി സജ്ജരായിരിക്കാനോ നിർദ്ദേശം നൽകി അമേരിക്കൻ എംബസികൾ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു.